പിന്നെ നേരത്തെ തേയില വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. ഇത് ഇനിയിപ്പോൾ ചെമ്പരത്തി ഇലയും കറിവേപ്പിലയും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച തേയില വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. പകുതി തേയില വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. ബാക്കി നമുക്ക് മാസ്ക് തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് ചേർത്താൽ മതിയാകും. ഇപ്പം നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. കാരണം ഈ ഒരു ഇലയുടെ തണ്ടും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് പിന്നെ ഈ ഒരു പാക്കിലുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ഹെയറിൽ പറ്റിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ബാക്കിയുള്ള തേയില വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. എപ്പോഴും തുണി വെച്ച് അരിച്ചെടുക്കുക. അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ